ജനന സർട്ടിഫിക്കറ്റ് നിഷേധവും വിവാദങ്ങളും. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഗാർഹിക പ്രസവങ്ങളെ അടച്ചാക്ഷേപിക്കുന്നതോ ആശുപത്രി പ്രസവങ്ങളെ പാടെ നിരുത്സാഹപ്പെടുത്തുന്നതോ ശരിയല്ല. രണ്ട് രീതികൾക്കുമുണ്ട് ചില ഗുണങ്ങളും ദോഷങ്ങളും. പ്രസവം വീട്ടിലായതിനെ തുടർന്ന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ കോഴിക്കോട് കോട്ടുളി സ്വദേശികളായ ദമ്പതികള് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതോടെ ഗാർഹിക പ്രസവത്തിന്റെ ഗുണദോഷങ്ങള് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഗാർഹിക പ്രസവങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളെ ആശ്രയിക്കാതെ വീട്ടില് പ്രസവിക്കുന്നത് സുരക്ഷിതമല്ല, കുഞ്ഞിന്റെയും മാതാവിന്റെയും ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുമ്പോൾ മാതാവിനും ഗർഭസ്ഥ ശിശുവിനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രസവം ആശുപത്രിയിൽ തന്നെ വേണമെന്ന് എന്തിന് നിർബന്ധിക്കുന്നുവെന്നാണ് മറുവിഭാഗം ചോദിക്കുന്നത്. ഗർഭധാരണവും പ്രസവവും രോഗമല്ല, എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്ന പ്രകൃതിദത്ത പ്രക്രിയയാണ്. ഗർഭകാലത്ത് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആവശ്യമായ വ്യായാമം ലഭിക്കുകയും ചെയ്താല് ഗർഭസ്ഥ ശിശുവിന് പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ സ്വാഭാവികമായി പ്രസവം നടക്കും. അതിന് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലേ എന്നാണ് ഗാർഹിക പ്രസവങ്ങളെ അനുകൂലിക്കുന്നവരുടെ വാദമുഖങ്ങള്. പല വികസിത രാജ്യങ്ങളിലും വ്യാപകമായി ഗാർഹിക പ്രസവങ്ങൾ നടക്കുന്നതും ഭരണകൂടങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവും ഇവര് ചൂണ്ടിക്കാട്ടുന്നു. വീട്ടില് കുടുംബക്കാരുടെ സാമീപ്യത്തില് നടക്കുന്ന പ്രസവം മാതാവിന് കൂടുതൽ സുരക്ഷിത ബോധം നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു. സമീപകാലം വരെയും വ്യാപകമായി വീടുകളിലായിരുന്നു പ്രസവമെന്നതും നാട്ടില് മുഴത്തിനുമുഴും ആശുപത്രികൾ സ്ഥാപിതമായതോടെയാണ് പ്രസവത്തിന് ആശുപത്രികൾ തന്നെ വേണമെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇതോട് ചേർത്തു വായിക്കേണ്ടതുണ്ട്. ആശുപത്രികളിൽ പോയാൽ ആവശ്യമില്ലാതെ സിസേറിയന് ചെയ്യുമെന്ന ധാരണയും സമൂഹത്തില് വ്യാപകം. ദേശീയ ആരോഗ്യ മിഷന് 2024 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് കേരളത്തില് സിസേറിയന് പ്രസവങ്ങളുടെ കണക്ക് വൻതോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചില തെക്കന് ജില്ലകളില് 50% മുകളിലാണ് സിസേറിയന് നിരക്ക്. അതേസമയം 100 പ്രസവം നടക്കുമ്പോൾ 85ഉം സാധാരണ പ്രസവമായിരിക്കണമെന്നും സിസേറിയന് 15% കൂടരുതെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. സ്വാഭാവിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഡോക്ടർമാർക്കുള്ള വിമുഖയാണ് സിസേറിയനുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. സിസേറിയനുകളെയാണ് ഡോക്ടർമാരിൽ നല്ലൊരു പങ്കും പ്രോത്സാഹിപ്പിക്കുന്നത്. മാതാവിന്റെയും കുഞ്ഞിന്റെയും ജീവന് അപകടത്തിലാകാൻ സാധ്യതയുള്ളപ്പോൾ മാത്രം ആശ്രയിക്കേണ്ട അവസാന ആശ്രയമാണ് സിസേറിയന്. മാതാവിന് അമിതമായ രക്തസ്രാവം, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിലെ വ്യതിയാനം, അവധിയെത്തിയിട്ടും പ്രസവിക്കായ്മ തുടങ്ങി പ്രസവവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നൈപുണ്യം നേടിയവരും അനിവാര്യമാണ്. സുരക്ഷിത പ്രസവത്തിനെന്നതാണ് ആശുപത്രി പ്രസവത്തെ അനുകൂലിക്കുന്നവരുടെ ന്യായീകരണം. പ്രസവവുമായി ബന്ധപ്പെട്ട ശിശു മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിനും ആശുപത്രികളാണ് ഗുണകരമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം സംസ്ഥാനത്ത് മാതൃമരണ നിരക്ക് ഇപ്പോഴും ഉയർന്ന തോതിൽ തന്നെയാണെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. 2015 മുതൽ 16 വരെ മുതൽ 2020 മുതൽ 21 വരെയുള്ള 5 വർഷങ്ങളിൽ 741 സ്ത്രീകൾ ആശുപത്രികളിലെ പ്രസവക്കേസുകളിൽ മരണപ്പെടുകയുണ്ടായി. ഗാർഹിക പ്രസവങ്ങളെ അടച്ചാക്ഷേപിക്കുന്നതോ ആശുപത്രി പ്രസവങ്ങളെ പാടെ നിരുത്സാഹപ്പെടുത്തുന്നതോ ശരിയല്ല. രണ്ട് രീതികൾക്കുമുണ്ട് ചില ഗുണങ്ങളും ദോഷങ്ങളും. പ്രസവം വീട്ടിലാകുമ്പോൾ ആശുപത്രികളിലെ സങ്കീർണതകൾ ഒഴിവാക്കാനും സ്വകാര്യത ലഭിക്കാനും ആശുപത്രി ചെലവുകൾ ഒഴിവാക്കാനും രാസവസ്തുക്കളടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം ഒഴിവാക്കാനും സഹായകമാകും. മികച്ച പരിശീലനം നേടിയ വയറ്റാട്ടികളുടെ സഹായത്തോടെ വീടുകളിലാണ് മുൻകാലങ്ങളിൽ പ്രസവങ്ങൾ നടന്നിരുന്നത്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള 30ഉം 40ഉം വയസ്സുള്ള തലമുറകൾ മിക്കവാറും വീട്ടിൽ പ്രസവിച്ചവരാണ്. ഇന്നത്തെപ്പോലെ 2ഓ 3ഓ അല്ല, കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ് സ്ത്രീകൾ അന്ന് ജന്മം നൽകിയിരുന്നത്. വീട്ടിലെ പ്രസവത്തിനിടെ എവിടെയോ കുഞ്ഞോ മാതാവോ മരണപ്പെട്ടതിന്റെ പേരിൽ ഗാർഹിക പ്രസവങ്ങളെല്ലാം അപകടകരമാണെന്ന് വിലയിരുത്താവുന്നതല്ല. ആശുപത്രികളിലും സംഭവിക്കാറുണ്ട് പ്രസവത്തിനിടെ മരണങ്ങള്. 3 ആഴ്ച മുമ്പാണ് പ്രസവക്കേസിൽ കാഞ്ഞങ്ങാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയില് ബക്കല് ചെറ്റക്കുണ്ട് സ്വദേശിനിയായ മാതാവും നവജാത ശിശുവും മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് യുവതിയുടെ കുടുംബം. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ പരാതിയുമായി കുഞ്ഞിന്റെ മാതാവും കുടുംബവും രംഗത്തുവന്നത് അടുത്തിടെയാണ്. സംസ്ഥാനത്ത് ഗാർഹിക പ്രസവത്തോട് കൂടുതൽ പേര് താൽപര്യം പ്രകടിപ്പിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് 2022 മുതൽ 23 വരെ സംസ്ഥാനത്ത് 700-ലേറെ പ്രസവങ്ങൾ നടന്നത് വീടുകളിലാണ്. അതേസമയം സുരക്ഷിതമായ പ്രസവത്തിനുള്ള സാധ്യതയില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല വീടുകളിലെ പ്രസവം. വിദഗ്ധരായ മിഡ് വൈഫുമാരുടെയോ ആരോഗ്യപ്രവർത്തകരുടെയോ സഹായമില്ലാതെ ഈ രംഗത്ത് വൈദഗ്ധ്യമില്ലാത്ത ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ മാത്രം സാന്നിധ്യത്തിൽ പ്രസവം നടക്കുന്നത് ദുരന്തത്തിന് വഴിവെച്ചേക്കും.
പ്രസവം വീട്ടിലായി എന്ന കാരണത്താല് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷന് നീതിയുക്തമായ തീരുമാനമെടുക്കുമെന്ന് പ്രത്യാശിക്കാം.